അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല കാലത്തിൽ, ഈ ലോകത്തിൽ. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല കാലത്തിൽ, ഈ ലോകത്തിൽ. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൻ കൈ താഴ്ന്നിട്ടില്ല ലോകത്തിൽ, ഈ കാലത്തിൽ. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൻ കൈ താഴ്ന്നിട്ടില്ല ലോകത്തിൽ, ഈ കാലത്തിൽ. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല കാലത്തിൽ, ഈ ലോകത്തിൽ. പെരുമഴ പോൽ പെയ്യുന്നു, അത്ഭുതവും വിടുതലും ഈ ജനതയിൽ. പെരുമഴ പോൽ പെയ്യുന്നു, അത്ഭുതവും വിടുതലും ഈ ജനതയിൽ. എന്നെ ചുറ്റുമ്പോൾ, ഓ സങ്കടമാകും ചെങ്കടൽ എന്നെ ചുറ്റുമ്പോൾ, തൃക്കരം എന്നെ താങ്ങുന്നേ, അക്കരെ എത്തിച്ചിടുന്നേ. 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 അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല കാലത്തിൽ, ഈ ലോകത്തിൽ. പ്രൈസ് ലോർഡ്. ദൈവത്തിന്റെ അതിപരിനാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ. അനുദിന വചനം. ലെറ്റ്സ് നോട്ട് ഗ്രോ വിയറി. നാം തളർന്നു പോകാതിരിപ്പിൻ. പരിശുദ്ധാത്മാവ് ദൈവമേ, ഈ തിരുവചന ഭാവം ഞങ്ങൾക്കായി വിളമ്പിത്തരണം. അവിടെ ഞങ്ങളെ പഠിപ്പിക്കണം. അവിടുത്തെ വചനം പറയുന്നു, ദൈവത്തിന്റെ ആത്മാവിനാൽ സകലരും പഠിപ്പിക്കപ്പെടണം. ആത്മാവാൻ ദൈവമേ, അവിടെ ഞങ്ങളെ പഠിപ്പിക്കുന്നതിനായി സ്തോത്രം അനുഗ്രഹിച്ചാനായിരുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നാം തളർന്നു പോകാതിരിപ്പേൻ. വിശുദ്ധ പൗലോസ് ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 3-ാം തിരുവചനം. Hebrews chapter 12 verse 3. Jesus made it through these attacks by sinners. So think about him. Then you won't get tired. You won't lose hope. നിങ്ങൾ മാനസികമായി ക്ഷീണിച്ച് തളരാതിരിപ്പാൻ പാപികൾ തനിക്ക് വിരോധമായി പറഞ്ഞ ഹീനമായതും വെറുപ്പോടെയുമുള്ള കുറ്റപ്പെടുത്തലുകളെ സഹിച്ച് ക്രിസ്തുവിനെ ധ്യാനിച്ചോളൂ. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങൾ കൊണ്ടും നാം തളർന്നു പോകാൻ സാധ്യതയുണ്ട്. ഈ ലോകം സാത്താന്റെ അധീനതയിൽ കിടക്കുകയാണ്. നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ മടുപ്പുണ്ടാക്കി നമ്മുടെ ആത്മീയ ജീവിതം തകർക്കുവാൻ സാത്താൻ പോരാടും. അതിനാൽ ജീവിതത്തിൽ തളർന്നു പോകാതിരിക്കാൻ നാം ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. 1 by 1 ആയിട്ട് പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കും. ശ്രദ്ധയോടെ ദൈവശബ്ദത്തിനായി നമ്മുടെ ചെവികളെ കൊടുക്കാം. കുറിവാക്യമായിട്ട് പരിശുദ്ധാത്മാവും നമുക്ക് നൽകിയത് എബ്രായ ലേഖനം 12-ന്റെ 3-ാം തിരുവചനം. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചും മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചോളൂ. ഒന്നാമതായിട്ട് നാം ചെയ്യേണ്ടത് യേശുവിനെ ധ്യാനിപ്പിൻ. മെഡിറ്റേറ്റ് ഓൺ ജീസസ്. ഈ ലോകത്തിൽ യേശുവിനെ പോലെ ഇത്രയേറെ നിന്ദയും പരിഹാസങ്ങളും സഹനങ്ങളും സഹിച്ച മറ്റൊരു വ്യക്തി ഇല്ല. അതിനാൽ ഇത്രയേറെ വിരോധം സഹിച്ച യേശുവിനെ നാം ധ്യാനിച്ച അത് തളരാതിരിപ്പാൻ നമുക്ക് ശക്തി നൽകും. എന്നോട് ചേർന്നൊരാമേൻ പറയാം. ആമേൻ, ആമേൻ, ആമേൻ. രണ്ടാമതായി നാം ശ്രദ്ധിക്കേണ്ടത് കർത്താവിനെ സേവിപ്പിൻ. അവകാശമെന്ന പ്രതിഫലം കർത്താവ് തരും എന്നറിഞ്ഞ് കർത്താവായ ക്രിസ്തുവിനെ സേവിപ്പിൻ. ജീവിതത്തിൽ നാം ചെയ്യുന്ന ഓരോന്നിനും പ്രതിഫലം. അതുകൊണ്ട് പ്രാർത്ഥനയിലും ആരാധനയിൽ ദൈവ ശുശ്രൂഷയിലും നാം തളർന്നു പോകരുത്. കണ്ണുനീരിനെ കുപ്പിയിലാക്കി സൂക്ഷിക്കുന്ന ദൈവം. കർത്താവിൻ്റെ പേരെന്താണ്? യേശു ക്രിസ്തു. നാം കണ്ണീരൊഴുക്കിയതിന് ദൈവം ഒരു പ്രതിഫലം നൽകും. അതിനാൽ ദൈവത്തെ സേവിക്കുന്നതിൽ തളരരുത്. ദൈവം നമ്മളെ വ്യക്തിപരമായിട്ടാണ് വിളിച്ചത്. യു ചോസ് മീ നോട്ട് ബട്ട് ഐ ചോസ് യു. അതുകൊണ്ട് നോക്കേണ്ടത് വിളിച്ചവെങ്കിലേക്കാണ്. കൂടെ വരുന്ന കൂട്ടുവിശ്വാസിയെ നോക്കരുത്. ഫ്രണ്ടിൽ നിന്ന് നയിക്കുന്ന സെൻട്രൽ പാസ്റ്ററിനെ നോക്കരുത്, ബിഷപ്പിനെ നോക്കരുത്, പാസ്റ്ററിനെ നോക്കരുത്, ആരെയും നോക്കരുത്. പിന്നെ ആരെ നോക്കണം? അമ്മയുടെ ഉദരത്തിലായിരിക്കുന്നതിന് മുമ്പ് തന്നെ പേര് ചൊല്ലി വിളിച്ച കർത്താവിനെ മാത്രം നോക്കിയാൽ മതി. മൂന്നാമായിട്ട് നാം ശ്രദ്ധിക്കേണ്ടത്
1 കൊരിന്ത്യർ 16:22 കർത്താവ് നമ്മളോട് പറയുന്നുണ്ട്, ദൈവത്തെ സ്നേഹിപ്പിൻ. കർത്താവിനെ സ്നേഹിക്കാത്തവൻ ഏവനും ശപിക്കപ്പെട്ടവൻ. എന്നെക്കാൾ ഉപരി അപ്പനെയോ അമ്മയോ സഹോദരങ്ങളെ, ബന്ധുമിത്രാദികളെ, വസ്തുവകളെ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല. കർത്താവിൻ്റെ വചനം അനുസരിക്കുന്നതിന് ഈ മനുഷ്യർ പലപ്പോഴും അന്വേഷിക്കുന്നത് കർത്താവിൻ്റെ മുഖമല്ല, കുടുംബക്കാരുടെ മുഖമാണ്, ഭർത്താവിൻ്റെ മുഖമാണ്, ഭാര്യയുടെ മുഖമാണ്. എല്ലാത്തിനും പേടിയ മനുഷ്യ ഭയം ഒരു കെണിയാണ്. കർത്താവിനെ സ്നേഹിക്കാനും സേവിപ്പാനും ഭൂമിയിലുള്ള ഒരു മരിച്ചു പോകുന്ന മണ്ണാങ്കട്ടയെ നോക്കരുത്. വിളിച്ചവനെ മാത്രം, അവനെ മാത്രം സ്നേഹിച്ചാൽ സ്തോത്രം. കർത്താവിനെ സ്നേഹിക്കാനാണ് നമ്മളെ വിളിച്ചത്. പക്ഷെ പലപ്പോഴും വഴിതെറ്റി പോകുന്നത് കൂടെ വരുന്നവരുടെ ഭംഗി കണ്ടും കഴിവ് കണ്ടും സ്വത്ത് കണ്ടും മറ്റു പലതുമൊക്കെ കണ്ട് സ്നേഹത്തിൻ്റെ വഴി തെറ്റിപ്പോകും. ദൈവത്തെ സ്നേഹിപ്പിൻ. അങ്ങനെ ചെയ്താൽ തളർന്നു പോകില്ല. കർത്താവിനെ സ്നേഹിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. എന്നോട് ചേർന്ന് പറ, കർത്താവിനെ സ്നേഹിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവളാണ്. യേശുവിനെ സ്നേഹിക്കുന്നവൻ യേശുവിൻ്റെ വചനം പരിപാലിക്കും. ഇഫ് യു ലവ് മീ യു വിൽ ഒബേ മൈ കമാൻഡ്മെന്റ്സ്. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ നിങ്ങളെൻ്റെ വചനം അനുസരിക്കുന്നവർ. നിങ്ങൾ കർത്താവേ കർത്താവേ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു ഇങ്ങനെ വാ നിറച്ച് പറയുന്നുണ്ട്. പക്ഷെ വചനം മാത്രം അനുസരിക്കുന്നില്ലേ? ഇപ്പോഴും അനുസരിച്ചിട്ടില്ലേ? സ്തോത്രം. എന്നോട് ഒന്നും തോന്നരുത് കേട്ടെ. എന്നെ കേൾക്കുന്ന പലരും ശിശുവായിരുന്നപ്പോൾ സ്നാനപ്പെട്ട ആ സ്നാനത്തോടുകൂടി നീ ചേർന്ന് നിൽക്കുന്ന പള്ളിയിലെ പുസ്തകത്തിൽ പേരുണ്ട്. പക്ഷെ മകനെ മകളെ, ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെടണമെങ്കിൽ കർത്താവ് കാണിച്ചു തന്ന മാതൃക അനുസരിച്ച് കർത്താവ് എന്താ കാണിച്ച? യോർദാനിൽ ഇറങ്ങി യോഹന്നാന്റെ കൈക്കീഴിൽ മുഴുകൽ സ്നാനം സ്വീകരിച്ചതുപോലെ അപ്രകാരം ഒരു സ്നാനം നീ സ്വീകരിക്കാത്തിടത്തോളം കാലം നിനക്കൊരു കഴിവില്ല. നിക്കോദിമോസിനോട് കർത്താവ് പറഞ്ഞ എന്താണെന്നറിയാമോ? നീ വീണ്ടും ജനിക്കുന്നില്ല, സ്വർഗരാജ്യം കാണത്തില്ല, കടക്കത്തില്ല. ഞങ്ങളൊക്കെ കുറച്ചു പേര് കൂടി ഇരിപ്പുണ്ടേ, നിങ്ങളെയൊക്കെ അങ്ങ് സ്വർഗത്തേക്ക് കയറ്റിവിടാനാ. ആരാണെന്നറിയാമോ? സ്തോത്രം. നീ ചേർന്ന് നിൽക്കുന്ന സമൂഹത്തിലെ പാരമ്പര്യക്കാർ. ഇവർക്കൊക്കെ നിന്റെ ശവക്കല്ലറ വരാനേ പറ്റുള്ളൂ. അവിടെ വന്ന് കുറച്ച് മണ്ണും പൂവും ഒക്കെ ഇട്ട് ടാറ്റയും പറഞ്ഞു പോകും. അതിനപ്പുറം വരാൻ കഴിവുള്ളവനാണ്. പ്രഭാതത്തിൽ തിരുവചനത്തിൽ സംസാരിക്കുന്നത്, കർത്താവിനെ സ്നേഹിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. യേശുവിനെ സ്നേഹിക്കുന്നവൻ യേശുവിൻ്റെ വചനം പരിപാലിക്കും. അതായത് അനുസരിക്കുന്നു കൽപ്പനകൾ പ്രമാണം. അപ്പോൾ ദൈവം അവനിൽ വസിക്കും. കർത്താവ് നമ്മളിൽ വസിക്കണമെങ്കിൽ കർത്താവിൻ്റെ വചനമാകുന്ന മന്ന ഭക്ഷിക്കണം. പലപ്പോഴും അത് ചെയ്യാതെ കണ്ട് സ്തോത്രം ഒരു തെറ്റിദ്ധാരണ ഉള്ളത് കുർബാന സ്വീകരിച്ചാൽ കർത്താവ് ഉള്ളിൽ വരുമെന്നാണ്. കർത്താവ് പറഞ്ഞു, ഞാൻ പറഞ്ഞ വചനം ആത്മാവും ജീവനുമാണ്, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. വചനമാകുന്ന മന്ന ഭക്ഷിക്കാനാ പറഞ്ഞത്. ആ വചനമാകുന്ന മന്ന ഭക്ഷിച്ചാൽ നീ മരിച്ചാലും ജീവിക്കും. ലാസറേ, മറിയ കുട്ടി. യോഹന്നാന്റെ സുവിശേഷം 14:23 തിരുവചനത്തിലൂടെ കർത്താവ് നമ്മളോട് സംസാരിക്കുന്നത്, യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണി. എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. ത്രിയേക ദൈവത്തിൻ്റെ തിരുസാന്നിധ്യം നമ്മുടെ ഉള്ളിൽ വരണമെങ്കിൽ obey the word of God. ദൈവം നമ്മിൽ വസിച്ചാൽ നാം തളരുകയില്ല, ഭയപ്പെടുകയില്ല. നാലാമതായിട്ട് നാം ശ്രദ്ധിക്കേണ്ടത് ദൈവത്തെ അനുസരിപ്പിൻ. കൊളോസ്യ ലേഖനം 3:22 തിരുവചനത്തിലൂടെ ആത്മാവ് നമ്മളോട് സംസാരിക്കുന്നത്, ദാസന്മാരെ ജഡപ്രകാരമുള്ള യജമാന്മാരെ സകലത്തിലും അനുസരിപ്പിൻ. മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ പോലെ ദൃഷ്ടിസേവകളാലല്ല, കർത്താവിനെ ഭയപ്പെട്ടുകൊണ്ട് ഹൃദയത്തിൻ്റെ ഏകാഗ്രതയോടെ അത്രേ അനുസരിക്കേണ്ടത്. ദൈവത്തിൻ്റെ വചനമൊക്കെ കറക്റ്റാണ്, പക്ഷേ ഞങ്ങളുടെ പാരമ്പര്യം അത് അനുവദിക്കുന്നില്ല. ഞങ്ങൾ പാരമ്പര്യമായിട്ട് ശിശുക്കളെയാണ് സ്നാനപ്പെടുത്തുന്നത്. ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്താറില്ല. ഞങ്ങൾ ശിശുവായിരിക്കുമ്പോഴാണ് ശിശുക്കളെയാണ് സ്നാനപ്പെടുത്തുന്നത്. അതാണ് ഞങ്ങളുടെ പാരമ്പര്യം. എന്നെ കേൾക്കുന്ന സഹോദരി, അത് നിന്റെ പാരമ്പര്യമാണ്. പക്ഷെ വചനത്തിൻ്റെ പാരമ്പര്യം മർക്കോസ് 16:16 വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യും. അപ്പോൾ ആരെ സ്നാനപ്പെടുത്തുന്നത്? ശിശുക്കളെയാണോ? അല്ലല്ലോ, വിശ്വസിക്കുന്നവരെ. ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും അധരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നവൻ എന്ത് ചെയ്യും? രക്ഷിക്കപ്പെടുമെന്നാ പറഞ്ഞ്. ശിശുക്കളെ സ്നാനപ്പെടുത്താൻ കർത്താവ് പറഞ്ഞിട്ടില്ല കേട്ടാ. ഇനിയെങ്കിലും രണ്ടാമത് വരാൻ ഇനി അധിക സമയമില്ല. സ്തോത്രം. കൽപ്പന അനുസരിക്കാതെ കണ്ട് അക്കരെ കടക്കില്ല. നിത്യതയിൽ പോകണമെങ്കിൽ ഭൂമിയിൽ വെച്ച് തന്നെ വചനമനുസരിച്ച് സ്നാനപ്പെട്ട് ഒരു വിശുദ്ധ ജീവിതം നയിച്ച് മണവാട്ടിയെ പോലെ ജ്ഞാനമുള്ള, വിവേകമുള്ള, പരിജ്ഞാനമുള്ള, ഉറക്കം തൂങ്ങികളാകാതെ മണവാളിന് വേണ്ടി കാത്തിരിക്കുന്നു. വചനമനുസരിച്ച് ബുദ്ധിയുള്ള കന്യകളായി ഒരു വിശുദ്ധ ജീവിതം നയിച്ചാൽ ദൈവത്തെ അനുസരിക്കുന്നവരായി ജീവിക്കും. ദൈവത്തെ മാത്രം അനുസരിച്ചാൽ മതി. ഭൂമിയിലെ ഒരു നേതാവിനെ അനുസരിക്കണ്ട. പലരും പറയും നമ്മുടെ പൂർവികരായി അവർ കാണിച്ചു തന്നതേ നമ്മൾ അനുസരിക്കാൻ പാടുള്ളൂ. പൂർവികർ പലതും കാണിച്ചിട്ടുണ്ട്.
അതുകൊണ്ടാണ് ഇപ്പോഴും കിടന്ന് വെള്ളം കുടിക്കും. സ്തോത്രം. പൂർവികരെ തെറ്റിച്ച ഒരുവനിപ്പം വളരെയധികം പൂർവാധികം ശക്തി പ്രാപിച്ച് വചനത്തിന് വിരുദ്ധമായിട്ട് പഠിപ്പിക്കുന്നു. ഇപ്രകാരമൊക്കെ സത്യം വിളിച്ചു പറഞ്ഞില്ലെങ്കിൽ കർത്താവ് എന്നോട് ചോദിക്കുക. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. വിശ്വാസികളുടെ പിതാവായ അബ്രഹാം ദൈവകൽപ്പന അക്ഷരം പ്രതി അനുസരിച്ചു. ഏകജാതനായ ഇസഹാക്കിനെ ബലി കഴിക്കുവാൻ കത്തിയോ. എന്നാൽ ദൈവം ഉടനെ ഇടപെട്ട് ഒരു കുഞ്ഞാടിനെ പകരം കരുതുകയും അനേക അനുഗ്രഹങ്ങൾ അബ്രഹാമിന് നൽകി. ദൈവത്തെ അനുസരിച്ചാൽ പ്രതികൂല വിഷയങ്ങളിൽ തളരേണ്ട ആവശ്യമില്ല. ദൈവം അത്ഭുതം പ്രവർത്തിക്കും, തക്ക സമയത്ത് അത് ചെയ്തിരിക്കും. എബ്രാഹപ്പച്ചനാണ് നമ്മുടെ മാതൃക. അപ്പനനുസരിച്ച് അനുഗ്രഹം പ്രാപിച്ചു. ദൈവം പറഞ്ഞതുപോലെ എബ്രാഹപ്പച്ചൻ ചെയ്തെന്ന വചനം പറയും. അഞ്ചാമതായിട്ട് നാം ചെയ്യേണ്ടത് ദൈവം കൽപ്പിക്കുന്നത് ചോദ്യം ചെയ്യാതെ ചെയ്യുക. യോഹന്നാന്റെ സുവിശേഷം 2-5 അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവൻ എന്ന് പറഞ്ഞു. ആരാണ്? യേശുവിന്റെ അമ്മയാ വിശുദ്ധ മറിയം. ബൈബിളിലൊരു മാതാവുണ്ട്. ആ മാതാവിന്റെ കാര്യം പറയുന്നത്. ഈ ബൈബിളില്ലാത്ത മാതാവാണ് ഈ ലോകം മുഴുവനും ഓടി നടന്ന് അവിടെ ഇവിടെ പ്രത്യക്ഷപ്പെട്ട് അവിടെ ഇവിടെ ഇരുന്ന് കരയുന്നു, കണ്ണിയെന്ന്, കണ്ണീര് വരുന്നു, കൊന്തയെന്ന്, തേനൊഴുകുന്നു, കണ്ണീരിന് പകരം രക്തം ചെന്തുന്നു. ഇതൊന്നും യേശുവിന്റെ അമ്മയായ വിശുദ്ധ മറിയം അല്ല. ഇതൊക്കെ വിളിച്ചതുകൊണ്ട് വേഷത്തിൽ പ്രത്യക്ഷപ്പെടുന്ന സാത്താൻ മാതാവിന്റെ രൂപത്തിൽ വരുന്നേ. സ്തോത്രം. എങ്കിലല്ലേ വിശ്വസിക്കൂ. സ്തോത്രം. എവിടെ ആളെ കൂട്ടണോ അവിടെ മാതാവിന്റെ രൂപം വെച്ചാണ്. സ്തോത്രം. നല്ല വരുമാനവും കിട്ടും. അവൾ അഞ്ചാമതായി ശ്രദ്ധിക്കേണ്ടത് ദൈവം കൽപ്പിക്കുന്നത് ചോദ്യം ചെയ്യാതെ ചെയ്യും. കാനാവിൽ കല്യാണ നാളിൽ വീഞ്ഞ് പോരാതെ വന്നപ്പോൾ ആ ഭവനത്തിലെ ദുഃഖം മനസ്സിലാക്കിയപ്പോൾ യേശുവിന്റെ അമ്മ ശുശ്രൂഷകരോട് പറഞ്ഞ ഒരു തിരുവചന ഭാഗമാണ് നമ്മളിപ്പോൾ വായിച്ചത്. ദാറ്റ്സ് കോൾഡ് കമാൻഡ്മെന്റ് ഓഫ് മാരേജ്. യേശുവിന്റെ അമ്മയെ വിശുദ്ധ മറിയത്തിന്റെ കൽപ്പനയാണ്. യേശു കൽപ്പിച്ചത് ചെയ്തപ്പോൾ വെള്ളത്തിന്റെ രൂപം. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ അതരത്തിൽ നിന്ന് പൊഴിയുന്ന ഓരോ വചനം കൊണ്ടും ജീവിക്കുന്നു. കൽഭരണികളിൽ വെള്ളം നിറയട്ടെ. അതാണ് യേശുവിന്റെ അതരത്തിൽ നിന്ന് പൊഴിഞ്ഞ വചനം. ആ വചനം ശുശ്രൂഷക്കാരേറ്റെടുത്ത് വക്കോളം നിറച്ച്, കർത്താവ് വക്കോളം നിറക്കണ, പകുതി പോരെ എന്നൊന്നും പറഞ്ഞില്ല, വക്കോളം നിറച്ച് പറഞ്ഞതുപോലെ ചെയ്തു. സ്തോത്രം. ഇന്നും ആത്മാർത്ഥതയുള്ള ക്രിസ്ത്യാനി, നീ കർത്താവ് പറയുന്നത് പോലെയല്ലേ ചെയ്യുന്നു. അങ്ങനെ ചെയ്യണോ? കുഞ്ഞായിരുന്നപ്പോൾ സ്നാനപ്പെട്ടല്ലേ, ഇനിയൊരു സ്നാനം വേണോ? സ്തോത്രം. പറയുന്നത് പോലെ കൽപ്പിച്ചതുപോലെ ചെയ്താൽ അനുഗ്രഹമാണ്. യേശുവിന്റെ അമ്മ പറയുന്നത് അങ്ങനെയാണ്. എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്തോ. സ്തോത്രം. നിന്റെ കുടുംബത്തിൽ അത്ഭുതം കാണണോ? നീ വേറെ ഒരു തീർത്ഥാടന കേന്ദ്രത്തിൽ ഓടണ്ട. അത്ഭുത മന്ത്രി നിന്റെ വീട്ടിലിരിപ്പുണ്ടോ? ആ ബൈബിൾ അനുസരിച്ചാൽ മതി. ബൈബിൾ അനുസരിക്കാൻ വെറുതെ നാട് മുഴുവൻ ഓടി തെണ്ടേണ്ട കാര്യമില്ല. സ്തോത്രം. ബൈബിൾ അനുസരിച്ചാൽ അതാണ് ഏറ്റവും വലിയ ഉടമ്പടി. ഹല്ലേലൂയ. ശ്രേഷ്ഠമായ ഉടമ്പടി വചനത്തിൽ തന്നിട്ടുണ്ട്. അതനുസരിക്കാതെ അല്ലേ. സ്തോത്രം. അവിടെ ജനത്തിനെ പറ്റിക്കാൻ അച്ഛന്മാരുടെ വേഷത്തിൽ കുറെ വെളുത്ത വിശ്വാസികൾ. ഞാനിതിങ്ങനെ പറയുന്നത് വചനപ്രകാരമാണ്. ഇബ്രായർ 2:11 പറയുന്നത്. സ്തോത്രം. വിശുദ്ധീകരിക്കുന്നവൻ യേശു ക്രിസ്തു വിശുദ്ധീകരിക്കപ്പെടുന്നു. നമുക്ക് ഒരൊറ്റ അപ്പനെ ഉള്ളെന്നാ പറയുന്നത്. അപ്പം അതുകൊണ്ട് യേശു അനുസരിച്ച് അപ്പനെ നമ്മളും അനുസരിക്കണം. യേശുവിനെ അനുസരിക്കുമ്പോൾ നമ്മൾ പിതാവിനെയാണ് അനുസരിക്കുന്നത്. ചോദ്യം ചെയ്യുക. സ്തോത്രം. സാത്താനും താൻ വെളിച്ചതുകൊണ്ട് വേഷത്തിൽ വരുമെന്നല്ലേ പറയും. വചനം അനുസരിച്ചാൽ ഈ സാത്താൻ ഓടും. അനുസരിച്ചില്ലെങ്കിൽ നിന്റെ പുറകെ കൂടി നിന്നെ ചതിക്കും. യേശു കൽപ്പിച്ചത് ചെയ്തപ്പോൾ വെള്ളത്തിന്റെ രൂപവും രുചിയും മാറി, നിറം മാറി, അനന്തരം മധുരമുള്ള വീഞ്ഞായി മാറി. ദൈവത്തിന്റെ കൽപ്പനകൾ പാലിച്ചാൽ ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും നമുക്ക് കാണാൻ കഴിയും. ജീവിതത്തിലെ സകല പ്രതികൂലങ്ങളും മാറും. തളരാതിരിപ്പാൻ യേശുവിനെ ധ്യാനിച്ചാൽ മതി, സേവിച്ചാൽ മതി, സ്നേഹിച്ചാൽ മതി, അനുസരിച്ചാൽ മതി. യേശു പറയുന്നത് പോലെ ചെയ്താൽ അനുഗ്രഹം, അത്ഭുതം കാണാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. സ്നേഹവാനായ പിതാവേ, നിന്റെ മക്കളായ ഞങ്ങളുടെ ആയുസിന്റെ ഒരു ദിനം കൂടെ കാണുവാൻ അവിടെ നിങ്ങളെ സഹായിച്ച് അനുഗ്രഹിച്ചാൽ പറയും. തിരുവചനം ശ്രവിച്ച ഓരോ മക്കളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും. ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ തളർന്നു പോകാതെ അവിടുന്ന് വചനത്തിലൂടെ ഞങ്ങളോട് സംസാരിച്ച് ഹൃദയത്തിലോ സംഗ്രഹിച്ച് ഹൃദയത്തോട് ചേർത്ത് വെച്ച് അനുസരിച്ച് അനുഗ്രഹം പ്രാപിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കും. ഇന്നത്തെ ഞങ്ങളെ എല്ലാ ശുശ്രൂഷകളും പ്രവൃത്തികളും അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം. ഒരു വിഷയം പറയുന്നതിന് മുമ്പ് തന്നെ അവ ഇന്നതെന്ന് അറിഞ്ഞ തക്ക സമയത്ത് ഞങ്ങളെ മാനിച്ച് അനുഗ്രഹിക്കുന്നപ്പാ അവിടെ നൽകുന്ന എല്ലാ നന്മകൾക്കുമായി സ്തോത്രം. ഞങ്ങളെ മാതൃരാജ്യം ഇന്ത്യ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഇന്ത്യ അനുഗ്രഹിക്കപ്പെട്ട രാജ്യമായി മാറും. ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നപ്പാ അവിടുത്തെ രണ്ടാമത്തെ വരവിനായി ജനം ഒരുങ്ങുവാൻ ബൈബിൾ പറയുന്നത് പോലെ ജീവിക്കുവാൻ ഓരോ മക്കളെയും സഹായിക്കും. ഞങ്ങൾ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന ഓരോ മക്കളെയും പ്രത്യേകമായി ഈ സമയത്തോർത്ത് പ്രാർത്ഥിക്കും. അവരായിരിക്കുന്ന ഇടങ്ങളിൽ നിന്റെ തിരുവുള്ളത്തിൽ സൂക്ഷിക്കുന്ന സ്തോത്രം. ഞങ്ങളുടെ മാവ് വഴക്കുന്ന തൊട്ടിയെയും ഞങ്ങളുടെ വയലുകളെയും ഞങ്ങളുടെ ഓഫീസുകളെയും ഞങ്ങളുടെ ബിസിനസ്സുകളെയും അവിടെ നിന്ന് അനുഗ്രഹിച്ചിരിക്കുക സ്തോത്രം. പ്രാർത്ഥനയാചനം കേട്ടിരിക്കുകയാണ് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.
കിടക്കും കണ്ണീർ കുഴിയിൽ ദൈവമിറങ്ങി വരുന്നു. നിന്റെ രോഗശയ്യയിലേക്ക് യേശു നടന്നു വരുന്നു. നീ കിടക്കും കണ്ണീർ കുഴിയിൽ ദൈവമിറങ്ങി വരുന്നു. നിന്റെ രോഗശയ്യയിലേക്ക് യേശു നടന്നു വരുന്നു. ഇപ്പോൾ തന്നെ സൗഖ്യം നേടും നീ, ഇപ്പോൾ തന്നെ വിടുതൽ പ്രാപിക്കും. ഇപ്പോൾ തന്നെ സൗഖ്യം നേടും നീ, ഇപ്പോൾ തന്നെ വിടുതൽ പ്രാപിക്കും. രോഗക്കിടക്ക മടക്കിയെടുത്ത് ശാപക്കിടക്ക ചുരുട്ടിയെടുത്ത് ജീവനിലേക്ക് നടന്നു പോകും നീ, ജീവനിലേക്ക് നടന്നു പോകും നീ. പെരുമഴ പോൽ പെയ്യുന്നു, അത്ഭുതവും വിടുതലും ഈ ജനതയിൽ. പെരുമഴ പോൽ പെയ്യുന്നു, അത്ഭുതവും വിടുതലും ഈ ജനതയിൽ. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, പൂവടയാളങ്ങൾ തോന്നിട്ടില്ല. അന്ധന്മാർ കാണുന്നു, ചകിടന്മാർ കേൾക്കുന്നു. ഇന്നേ വരെയും ലോകത്തിൽ കേട്ടുകേൾവിയില്ലാത്ത അതിശയവും ബലവും കാണുന്നു. ഇന്നേ വരെയും ലോകത്തിൽ കേട്ടുകേൾവിയില്ലാത്ത അതിശയവും ബലവും കാണുന്നു. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൻ കൈ താഴ്ന്നിട്ടില്ല ലോകത്തിൽ ഈ കാലത്തിൽ.